2026 നിയമസഭാ ഇലക്ഷൻ UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. തുടർഭരണം LDFിന് ലഭിച്ചാൽ UDF എന്ന പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടേണ്ടി വരും. മുസ്ലിം ലീഗ് LDFിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതൽ. അതുകൊണ്ട് തന്നെ UDF ജീവൻ മരണ പോരാട്ടമാണ്. പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ലക്ഷ്യവുമാണ്. ഓരോ ജില്ലകളിലും എന്തൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, ഓരോ ജില്ലയിലും എന്തൊക്കെ സംഭവിക്കുന്നു, അതിനെയൊക്കെ അടിസ്ഥാനമാക്കി തൃശ്ശൂരിൽ ആര് വാഴും ആര് വീഴും എന്ന പൊളിറ്റിക്സ് കേരള സർവേ അഭിമാനപൂർവ്വം ഞാൻ പുറത്തുവിടുന്നു. തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായിട്ടും ചാലക്കുടി ഒഴികെ എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു കയറിയത് LDF ആണ്. ചാലക്കുടിയിൽ TJ സനീഷ് കുമാർ കോൺഗ്രസിൻ്റെ അഭിമാനം കാത്തു. ചാലക്കുടി കൂടി LDF പിടിച്ചിരുന്നെങ്കിൽ പാടുപെട്ടനെ UDF. അഭിമാനം കാക്കാൻ TJ സനീഷ് കുമാർ ഉണ്ടായി എന്ന് വേണം പറയാൻ. എന്തായാലും ഇക്കുറിയും ചാലക്കുടിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. MLA എന്ന നിലയിൽ സനീഷ് കുമാർ സജീവ സാന്നിധ്യമാണ് ചാലക്കുടിയിൽ. തൃശ്ശൂരിലെ മറ്റൊരു മണ്ഡലം ചേലക്കരയാണ്. ചേലക്കരയിൽ UR പ്രദീപാണ് ഇപ്പോൾ MLA. ഉപതെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് ജയിച്ചു കയറി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ. ചേലക്കര CPMൻ്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ UDF ജയിക്കുക അസാധ്യമാണ്. UR പ്രദീപ് തന്നെയാണ് ഇനിയും സ്ഥാനാർത്ഥി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം വിജയിച്ചു കയറും എന്നുള്ളതും ഉറപ്പാണ്. അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലം കുന്നംകുളമാണ്. LDFിൻ്റെ മണ്ഡലം തന്നെയാണ്. AC മൊയ്തീനാണ് ഇപ്പോൾ അവിടുത്തെ MLA. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അവിടെ CPM തന്നെ ജയിച്ചു കയറും. കാരണം CPMൻ്റെ കോട്ടയാണ് കുന്നംകുളം. അടുത്തത് ഗുരുവായൂരാണ്. ഒരു കാലത്ത് UDFിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന ഗുരുവായൂർ ഇപ്പോൾ CPM തിരിച്ചു പിടിച്ചിരിക്കുന്നു. CPMൻ്റെ MK അക്ബറാണ് ഇപ്പോൾ അവിടെ MLA. ഗുരുവായൂരിൽ അത്ഭുതമൊന്നും സംഭവിക്കില്ല എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേ പറയുന്നത്. ഇനി മണലൂരാണ്. മണലൂരിൽ 2 തവണ മുരളി പെരുന്നെല്ലി ജയിച്ചു കയറി. ഈ മണലൂർ മണ്ഡലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. VM സുധീരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിജയിച്ചു കയറിയ മണ്ഡലമാണ് LDF തിരിച്ചു പിടിച്ചത്. അവിടെയും വലിയൊരു അട്ടിമറിക്കുള്ള സാധ്യത UDFിന് ഇല്ല. അവിടെയും CPM നിലനിർത്തും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇനി വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു. ആ ഉരുക്കുകോട്ട പിന്നീട് CPM പിടിച്ചെടുക്കുകയായിരുന്നു. അവിടെയും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഒല്ലൂരാണ്. ഒല്ലൂർ CPIയുടെ മണ്ഡലമാണ്. CPIയുടെ ചുവന്ന കോട്ടയായി അവർ കരുതുന്ന മണ്ഡലത്തിൽ K രാജനാണ്, CPIയുടെ സമുന്നത നേതാവ് K രാജനാണ് വിജയിച്ചു കയറിയത്. അവിടെയും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി തൃശ്ശൂരാണ്. തൃശ്ശൂർ കോൺഗ്രസ് ഇറക്കുന്നത് സന്ദീപ് വാര്യരെയാണ്. അതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രത്യേകത. BJP ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. തൃശ്ശൂരിൽ സന്ദീപ് വാര്യരെ ഇറക്കി വിജയം നേടാമെന്ന് കോൺഗ്രസ് കരുതുന്നു. CPIയുടെ ബാലചന്ദ്രനാണ് നിലവിലെ MLA. ബാലചന്ദ്രൻ മാഷ് MLA എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് തൃശ്ശൂരിൽ നടത്തുന്നത്. BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലമാണെങ്കിലും തൃശ്ശൂർ നിലനിർത്തുക എന്നുള്ളത് CPIയുടെ വലിയൊരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തൃശ്ശൂർ ബാലചന്ദ്രൻ മാഷ് വിജയിച്ച മണ്ഡലത്തിൽ CPI വീണ്ടും വിജയിച്ചു കയറും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടുത്തത് നാട്ടികയാണ്. നാട്ടികയിൽ TN പ്രതാപനാണ് ഇക്കുറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ശ്രദ്ധേയം. പക്ഷേ അവിടെയും അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാട്ടികയിൽ CPM തന്നെ വിജയിക്കും. ഇനി കയ്പമംഗലമാണ്. കയ്പമംഗലത്ത് UDF ആ സീറ്റ് നൽകിയിരിക്കുന്നത് ഘടകകക്ഷിയായ RSPക്കാണ്.
പക്ഷേ കയ്പമംഗലത്ത് ശോഭാ സുബിനെ ഇറക്കി ഒരു മത്സരം, നല്ലൊരു മത്സരം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നുവെങ്കിലും കയ്പമംഗലം CPI നിലനിർത്തും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേ പറയുന്നത്. ഇനി നമുക്ക് ഇരിങ്ങാലക്കുടയിലേക്ക് പോകാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിജയിച്ചു കയറിയ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. തോമസ് ഉണ്ണിയാടനെയാണ് അവർ തോൽപ്പിച്ചത്. ഇക്കുറിയും ഇരിങ്ങാലക്കുടയിൽ ശക്തമായ ഒരു മത്സരം തന്നെ നടക്കും. തോമസ് ഉണ്ണിയാടൻ സജീവമാണ് ഇരിങ്ങാലക്കുടയിൽ. അതുകൊണ്ട് തന്നെ ആർ ബിന്ദുവിനെതിരായുള്ള ഒരു വികാരവും ഇരിങ്ങാലക്കുടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരിങ്ങാലക്കുട UDF കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആർ ബിന്ദുവാണ് നിൽക്കുന്നതെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ CPM സ്ഥാനാർത്ഥി തോൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. പുതുക്കാട് CPMൻ്റെ മറ്റൊരു കോട്ടയായ പുതുക്കാട്, അവിടെ KK രാമചന്ദ്രനാണ് MLA. അദ്ദേഹം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അവിടെയും വലിയ ഒരു അത്ഭുതമൊന്നും UDF കാണിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കൊടുങ്ങല്ലൂർ മണ്ഡലമാണ്. കൊടുങ്ങല്ലൂർ കാവ് തീണ്ടാൻ CPI അങ്ങനെ ആരെയും അനുവദിക്കാറില്ല. അപൂർവമായി മാത്രമേ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടിയിട്ടുള്ളൂ UDF. കൊടുങ്ങല്ലൂർ കാവ് തീണ്ടാൻ CPI സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ CPI സ്ഥാനാർത്ഥി ആരായാലും, ഏത് സ്ഥാനാർത്ഥിയായാലും വിജയിച്ചു കയറുന്ന ഒരവസ്ഥയാണ് കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്. അപൂർവം ചിലപ്പോൾ മാത്രമേ അപൂർവം ചില ഇലക്ഷനിൽ മാത്രമേ കൊടുങ്ങല്ലൂരിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. പണ്ട് JSSലെ KK ഷാജു കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അപൂർവം അട്ടിമറികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു തിരിച്ചടിയൊന്നും CPIക്ക് ഉണ്ടാകില്ല. മറ്റൊന്ന് കൊടുങ്ങല്ലൂരിൽ ശ്രദ്ധിക്കേണ്ടത് BJP വളരെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു പക്ഷേ BJP 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിൽ ചാലക്കുടി, ഇരിങ്ങാലക്കുട ഈ 2 നിയമസഭാ മണ്ഡലം UDF നേടും. ബാക്കിയുള്ളിടത്തെല്ലാം LDF ജയിച്ചു കയറും. ഇനി വരുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ എന്താണെന്ന് അറിയില്ല. അതിനനുസരിച്ചുള്ള സർവേകളുമായി ഞാൻ വരും. ഈ സർവേയിൽ സഹകരിച്ച തൃശ്ശൂരിലെ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ, കോൺഗ്രസിലെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാർ, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, BJPയുടെ ജില്ലാ നേതാക്കൾ ഇവർക്കൊക്കെ നന്ദി പറയുന്നു. ചുരുക്കത്തിൽ തൃശ്ശൂർ ഇടതുകോട്ടയായി തന്നെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. എത്ര ഭരണവിരുദ്ധ തരംഗമുണ്ടായാലും ചേലക്കരയും കൊടുങ്ങല്ലൂരും ഒല്ലൂരും നാട്ടികയും വടക്കാഞ്ചേരിയും മണലൂരും ഒക്കെ CPMന് അനുകൂലമായി തന്നെ നിൽക്കും, LDF അനുകൂലമായി തന്നെ നിൽക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പൊളിറ്റിക്സ് കേരളയുടെ സർവേ നിങ്ങൾ കണ്ടു കാണും. ഇന്ത്യ മുന്നണി കുതിച്ച് പായും എന്ന് പറഞ്ഞ ഏക മാധ്യമം ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സർവേയും വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓരോ സർവേയും ശ്രദ്ധാപൂർവം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പൊളിറ്റിക്സ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലെയും സർവേകൾ എടുക്കുന്നുണ്ട്. ആ മണ്ഡലങ്ങളിലെ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അടുത്ത മണ്ഡലവുമായി ഞങ്ങൾ എത്തും. എന്തായാലും തൃശ്ശൂരിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതിന് ഉത്തരം തൃശ്ശൂരിൽ LDF തന്നെ വാഴും. UDF പഴയതുപോലെ തന്നെ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും. UDF ഒരു കാലത്ത് തൃശ്ശൂരിൽ വലിയ ഒരു സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരിയും ഗുരുവായൂരും ഒക്കെ UDF നല്ല മേൽക്കൈയുള്ള മണ്ഡലമായിരുന്നു. ആ മേൽക്കൈയുള്ള മണ്ഡലങ്ങളൊക്കെ UDF നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിലെ സർവേ ഫലം അഭിമാനപൂർവ്വം ഞങ്ങൾ പുറത്തുവിടുന്നു.
അഭിമാനപൂർവ്വം പുറത്തുവിടുമ്പോൾ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ വളരെ നിഷ്പക്ഷമായാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. നിഷ്പക്ഷമല്ല ഈ സർവേ എങ്കിൽ നിങ്ങൾ കൃത്യമായും ഇതിൻ്റെ ന്യൂനതകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പക്ഷേ ഞങ്ങളുടെ സർവേ ഫലം കൃത്യമാണ്. ഈ സർവേയിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഗവൺമെൻറ്റിനെതിരെയുള്ള ഇനി വരുന്ന കാലഘട്ടത്തിലുള്ള തിരിച്ചടികൾ, അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതിലുപരി ആ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തൃശ്ശൂരിൽ 2 സീറ്റിൽ UDF ജയിക്കും. ബാക്കി എല്ലായിടവും LDF തൂത്തുവാരും. എത്ര മിനിറ്റ്?